മുസ്ലിം ലീഗിൽ വലിയ തോതിലാണ് യുവാക്കൾ കൊണ്ടു ചാടിയിട്ടുണ്ട്. ചെറിയൊരു ചാൻസ് കിട്ടിയപ്പോൾ ന്യൂസ് 18-ലൊരു വാർത്ത വന്നു. ഇനി 12ഓളം മുസ്ലിമിൻ്റെ ലീഗിലെ സീനിയറായിട്ടുള്ള നേതാക്കളെ മത്സരിപ്പിക്കുന്നില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടി നയിക്കും. മാക്സിമം വന്നാൽ ഡോക്ടർ എം.കെ. മുനീർ കൂടെ കാണും. പിന്നെ എല്ലാം ചെറുപ്പക്കാരാണ്. കേൾക്കാത്ത താമസം നമ്മുടെ കുട്ടിച്ചേട്ടന്മാരെല്ലാം കൂടെ കൊണ്ടു ചാടി ചർച്ച ബഹളമാണ്. അപ്പോൾ സി.കെ. സക്കീറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങി. യുവനേതാക്കൾ രംഗത്ത് വന്നു. വയസ്സായവർ മാറിത്തരണ്ടേ എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. എന്തായാലും അടുത്ത 2026 തെരഞ്ഞെടുപ്പ് നിയമസഭാ സമ്മേളനം ഒന്ന് കാണേണ്ടതായിരിക്കും. കുട്ടികളുടെ ഒരു ബഹളമായിരിക്കും. എന്താ പറയുന്നത്, കുഞ്ഞാലിക്കുട്ടി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം സീനിയർ ആളാണ്. വേറെ കുറെ ചെറുപ്പക്കാരുടെ ഒരു ബഹളമായിരിക്കും. കോൺഗ്രസിൽ ചെറുപ്പക്കാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ താഴോട്ടുന്ന, ഷാഫി പറമ്പിൽ, സന്ദീപ് വാര്യർ, ജോയി തുടങ്ങിയിട്ടുള്ള റിജി മാക്കുറ്റത്തിൽ അവരുടെ ഒരു ടീം. ഇപ്പുറത്ത് ജയിക്ക്, അത് പാവപ്പെട്ടവനാണ്, ജയിക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നാലും ജയിക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അരുൺകുമാർ, പിന്നെ അത് പോയിട്ട് പിന്നെ ആരാളുള്ള CPM എടുത്തു കഴിഞ്ഞാൽ ചിന്താജറും, വാഴക്കൊല ചിന്താജറും, ഇങ്ങനെ അവിടെയും ഉണ്ട് കുറേ റഹീം സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ റഹീം, റഹീം തുടങ്ങിയിട്ടുള്ള പിന്നെ SFIയുടെ കുറേ നേതാക്കളുണ്ടല്ലോ, പിന്നെ DYFIക്കൊക്കെ കുറേ നേതാക്കളുണ്ട്. അങ്ങനെയുള്ള അവരെല്ലാം കൂടെ വരും. BJPക്കാണെങ്കിൽ സന്ദീപ് ബജസ്പതി, അതുപോലെ തുടങ്ങിയിട്ടുള്ള ഒരു സംഘം ആളുകൾ BJPക്കുണ്ട്, സുരേഷ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. BJPക്ക് ധാരാളം ചെറുപ്പക്കാർ നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ഒരു കുട്ടി പാർലമെന്റ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന പോലെ ഒരു നല്ല രസമായിരിക്കും പാർലമെന്റ്, അല്ല നമ്മുടെ അസംബ്ലി. എന്തായാലും ലീഗ് തീരുമാനിച്ച് ഉറച്ചിരിക്കുകയാണ്. നമ്മുടെ ലീഗ് പിള്ളേരും കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തൊരു പിള്ളേരുകളെ അങ്ങ് തുടങ്ങും. എന്തായാലും ലീഗിൽ സീനിയർ നേതാക്കൾ ആരോ തുടങ്ങി വെച്ചൊരു കലാപമാണ്. അത് ആളിപ്പടരുകയാണ്, കത്തി പടരുന്നുണ്ട്. ലീഗിൽ ഇതാ പുതിയ രക്തം, പുതിയ നേതൃത്വം ലീഗിൽ ഈ 2026 തെരഞ്ഞെടുപ്പിൽ വരികയായി. ഒരു പുതു രക്തം, പുതു നേതൃത്വം. PK നവാസും KM ഷാജിയും, ഞാൻ ഈ പറഞ്ഞ സക്കീറും, CK സക്കീറും, അങ്ങനെ വലിയ സംഘം. പിന്നെ അതിനിടയിൽ സ്ത്രീകളും വരാൻ സാധ്യതയുണ്ട്. സ്ത്രീകളും പിന്നെ ചിലപ്പോൾ ദളിതന്മാരെ നിർത്താൻ സാധ്യതയുണ്ട്. എന്തായാലും അടിമുടി പച്ച അങ്ങോട്ട് മാറുകയാണ്. പച്ചയിലേക്ക്, കംപ്ലീറ്റ് പച്ചയിലേക്ക് മാറുകയാണ്. വെറും കൊടിയിലെ പച്ചയല്ല, മൊത്തം ഹരിതമാവുകയാണ്. ആ നിലയിലേക്ക് ലീഗ് മാറുന്നു. യുവാക്കൾ എന്തായാലും വലിയ തോതിലാണ് ഇതിൽ ആവേശപ്പെടുന്നത്. അവർ ചാനലുകളിൽ വരുന്നു, ചർച്ചകൾ വരുന്നു. എന്തായാലും ലീഗിൽ വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് നമുക്ക് കാണാം. എല്ലാ പാർട്ടികളിലും, ഇപ്പോഴത്തെ കോൺഗ്രസിലെടുത്താൽ ഇവിടെ ശബരിനാഥിൻ്റെ കഥ കേൾക്കാം. പിന്നെ വടക്കോട്ട് പോയി പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരുപാട് ആളുകളെ കോൺഗ്രസിൽ കേൾക്കാൻ പറ്റും. BJPയിൽ ആശാനാഥിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ BB രാജേഷ് ആൾറെഡി ഉണ്ട്. അങ്ങനെ മത്സര രംഗത്തുള്ള ആളാണ്. സുരേഷ് ഉണ്ട്. അങ്ങനെ ഒത്തിരി പേർ എവിടെ എടുത്തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം ചെറുപ്പത്തിൻ്റെ പൂമണം മാത്രം. കേരളത്തിൽ ചെറുപ്പത്തിൻ്റെ വസന്തമാണ് വരാനിരിക്കുന്നത്. അതിൽ ഒരു പടി മുന്നിൽ, ഒരടി മുന്നിൽ എന്ന് പറഞ്ഞ പോലെ 2 അടി മുന്നിൽ ലീഗ് വന്നിട്ടുണ്ട്.